ഇപ്പോൾ അക്കാഡമിയിലായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ കോളേജോ ഇല്ല. 2020 ബിഗ് ബോസ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ കലാകാരനും കൂടെയാണ്. കോളേജിൽ ഞാൻ 7 കോളേജിൽ പഠിച്ചു. ആ കോളേജുകളിലൊക്കെ ഞാൻ സ്റ്റേജിൽ കലാപരിപാടി നടത്തും. കർട്ടനിട്ട് ഞാൻ താഴെ ഇറങ്ങും. അപ്പോൾ കലയോടൊരു പ്രത്യേക പാഷനാണ്. ഒരു 56ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. നാടകം, മൈം, മോണോക്ട്, ഇങ്ങനെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വരെ പോയിട്ട്. പക്ഷെ നമുക്കൊരു ബാക്കപ്പ് ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പുറകിൽ ഗോഡ് ഫാദർമാരില്ല. സെൽഫ് നമ്മളെന്ന് വെച്ചാൽ ഒരു 1 മാൻ ആർമി പോലെ സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് മെയ്ഡ് ആണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് എന്ന് പറയില്ലേ. ഒറ്റയ്ക്ക് വഴി അത് എനിക്ക് ഇപ്പൊ ഞാനൊരു പ്രഡിക്ഷനാണ്. മിക്കവാറും അടുത്ത ബിഗ് ബോസിന്റെ ഷോ വരുമ്പോഴത്തേക്ക് സന്തോഷ് സെലക്ഷൻ ഉണ്ടാവാൻ സാധ്യത 95% ഞാൻ ഇടുന്നുണ്ട്. എന്താ സന്തോഷമായിട്ടെന്ന് പറയാനുള്ളത്? ആഗ്രഹമുണ്ടോ? അമ്മയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ആ ഡോക്ടറേറ്റ് കൊടുക്കുക. അപ്പൊ എനിക്ക് സന്തോഷം മനസ്സിലാവും. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളോട് പോലും അടുത്ത റൂമിൽ ഞാൻ ഹോസ്റ്റലിലാണ്. 15 വർഷം കൊണ്ട് ആലുവയിലെ തറയിൽ എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അടുത്ത റൂമിലെ വ്യക്തികൾ പോലും ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് സഹിക്കില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അസൂയ എന്ന് പറയുന്ന ഒരു സാധനം എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഒരു പൂജയ്ക്ക് പോയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ഒരു ഡാഷ് എന്ന് പറയുന്ന സിനിമയുടെ ഡാഷ് എന്ന് പറയുന്ന പൂജയ്ക്ക്, അതേ പറയത്തുള്ളൂ, പൂജയ്ക്ക് പോയിട്ട് വന്ന് ആ പൂജയിൽ ഞാൻ കയറി പ്രസംഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് പേരുടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ എന്നിലേക്ക് വന്ന് കൊള്ളുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ മെഡിറ്റേഷൻ ഉള്ളത് കൊണ്ടും നമുക്കത് ചെയ്യുമ്പോൾ അറിയാമല്ലോ. മെഡിറ്റേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം സന നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ ഒരു സെക്കൻഡ് സനയിൽ നിന്ന് മൈൻഡിലൊരു നെഗറ്റീവ് ഊർജ്ജം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ടച്ച് ചെയ്യും. എനർജി വേവ് എന്ന് പറയുന്നത്. കാരണം ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഹൃദയശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ, അവന് മാത്രമേ ദൈവത്തെ ലഭിക്കൂ. അപ്പം ഇത് ശുദ്ധമാണ്. അപ്പം ഈ ശുദ്ധമായ സാധനത്തിൽ മറ്റേ ഒരു അശുദ്ധം അപ്പുറം ഉണ്ടെങ്കിൽ അത് കൃത്യമായി വന്ന് കൊള്ളും. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ കയറിയപ്പോൾ അപ്പോൾ എന്നെ വിളിച്ചതും ഇങ്ങനെയാണ്. കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ അജിത് കുമാർ സാറിനെ അല്ലെങ്കിൽ രജിത്തേട്ടനെ 2 വാക്ക് പറയാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആകെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അതിന് മുമ്പ് കയറിയത് ഉള്ളവർക്കൊക്കെ ഭയങ്കര കയ്യടി. ഞാൻ എന്നെ വിളിച്ച് അങ്ങോട്ട് കയറിയപ്പം ഈ 50 പേര് കയ്യടിക്കാനുണ്ടെങ്കിൽ അതൊരു 20-25 പേരുടെ കയ്യടിയായിട്ട് കുറഞ്ഞു. ഞാൻ വല്ല ദോഷവും ചെയ്തിട്ടാണോ? അപ്പൊ ഇതാണ് പറഞ്ഞത്. എന്നോട് പലരും ഓൾഡ് ഏജ് ഹോമിലാക്കുക, അമ്മയെ ഓൾഡ് ഏജ് ഹോമിലാക്കുക, ഇങ്ങനെ പറയാനുണ്ട്. എനിക്കത് പറ്റുന്നില്ല. അറ്റ് സെയിം ടൈം എനിക്ക് IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്. അതുപോലെ ഇതിന് വേണ്ടി മാറ്റി വെച്ചാണ്.